ഇതിലെ വലിയ രസം എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മകൻ സായി എന്റെ ഭർത്താവായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലെ. എന്റെ ദൈവം, അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയില്ലേ ചേച്ചി? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ സായി ചേട്ടൻ. രണ്ടുപേരും ഭർത്താവായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ചേച്ചിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. മധുസാറ് മോനുമായി ഭർത്താവുമായി. സത്യൻ സാറ് മോനുമായും ഭർത്താവുമായി. ഇനി നസീർക്ക മോനുമായും ഭർത്താവുമായി. ഇതിൽ ഏതാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്? ഭർത്താവാകുന്നതാണോ മോനാകുന്നതാണോ? മോനാകുന്നതാണ്. ആണോ? അതാകുമ്പോ അല്ലല്ല, മോനാകുന്നുള്ള മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഒന്ന് മറ്റേ നസീർ സാറ് ഡാ ഇവിടെ വാടാ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ഒരു അവസരവും കിട്ടുമല്ലോ മോനാകുമ്പോ. അല്ല, ഞാൻ എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമുള്ള അമ്മയല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഒന്നാമത് പുള്ളിയെ നമുക്ക് ആ മുഖത്ത് നോക്കിയിട്ട് എടാ വാടാ പോടാന്ന് വിളിക്കാൻ തോന്നൂല. അമ്മ ഇത്രയും വർഷമായി അഭിനയ രംഗത്തുണ്ടായിരുന്നിട്ട് അപ്പോൾ പലപ്പോഴും സമയം കിട്ടിക്കാണും. ഞാനിപ്പോൾ പത്രത്തിൽ വായിച്ചാണ് അമ്മ ഇതുവരെ ഇലക്ഷന് വോട്ടിടാൻ പോയിട്ടില്ല. എന്താണ് പോകാത്തത്? അങ്ങനെ ചോദിച്ചാല് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ എത്രാമത്തെ ഇതാ വോട്ടാണ് ശരിക്കും ഇട്ടിരുന്നെങ്കിൽ? 18 വയസ്സല്ലേ വോട്ടിന്. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിയേ, ഇപ്പൊ 70 ആയി. 70 വർഷത്തിന് ശേഷം അമ്മ ഒരു കന്നി വോട്ട് ഇടാൻ പോവുകയാണ്. ആർക്കായിരിക്കും അമ്മ വോട്ടിടുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് അപ്പൊ ആർക്ക് ഇടണമെന്ന് തോന്നുന്നു. അത് അങ്ങനെ എന്തായാലും കന്നി വോട്ട് ഇടാൻ പോകുന്ന അമ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. ആദ്യമായിട്ടാണ് ഒരാൾ വോട്ടിടാൻ പോകുന്നത്. ശരിക്കും ഈ ഇലക്ഷനുള്ള പ്രായപരിധി അറിയോ? എത്രയാണ്? 18 വയസ്സ്. പിന്നെ ഒരു കല്യാണം കഴിക്കാനുള്ള പ്രായപരിധി? സ്ത്രീകൾക്ക് 18, പുരുഷന്മാർക്ക് 21. പുരുഷന്മാർക്ക് 21, വോട്ടിടാനുള്ള 18. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പിന്നെ രാജ്യം ഭരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാൻ വെറും 18 വയസ്സ് മതി. പക്ഷെ നമ്മളെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കാൻ 21 വയസ്സ് വേണം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര സംഭവമല്ലേ ഇത്?